ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഈസി ടു ക്രിയേറ്റ്. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറേ നാളുകളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മുതൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കാം. ഇതിനായിട്ട് ഞാൻ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കുക്കർ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുക്കർ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ സവാളയും, അങ്ങനെ 3 സവാള അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി വരണം. അപ്പോൾ നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. പെട്ടെന്ന് മനസ്സിലാക്കുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി വെക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സവാള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടിയിട്ട് ആവിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ചിട്ടാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. തുറന്ന് വെച്ച് നമ്മൾ വാട്ടിയെടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ വേഗത്തിൽ നമുക്കത് വഴറ്റി കിട്ടും. ഇനി നന്നായിട്ട് തുറന്ന് നല്ലപോലെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും മൂടിയിട്ട് നന്നായിട്ട് വഴറ്റി വരുന്നത് വരെ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇടുക, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിലിടുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇടാം. ഞങ്ങൾ എരിവ് വളരെ കുറവ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതനുസരിച്ചാണ് കാശ്മീർ ചില്ലി യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ഉള്ളവർക്ക് മുളക് പൊടി ഇടാം. കറിക്കൊക്കെ കുറച്ചും കൂടെ കളറിന് നല്ലത് കാശ്മീർ ചില്ലി യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു തക്കാളി, ഇപ്പം എടുത്തിരിക്കുന്ന ചിക്കൻ ആവശ്യമായിട്ടുള്ള തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ. തക്കാളി 1 2 ഇടാം കേട്ടോ. ഇപ്പം ഞാൻ ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഒരു തക്കാളി, അതുപോലെ തന്നെ ഞാനൊരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് എരിവ് വളരെ കുറവ് മതിയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് ആവശ്യത്തിന് എടുക്കാം. ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കുമല്ലോ എരിവും പുളിയും എല്ലാം. അപ്പോൾ അതനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചൊന്ന് എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ശരിക്കും മഷി പോലെയുള്ള രീതിക്കല്ല അരച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടണ വിധത്തിലാണ് അരച്ചിരിക്കുന്നത്. ഇനി അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതൊഴിച്ചതിന് ശേഷം അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. ആ ഗ്രേവി ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഗ്രേവിക്ക് അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉള്ളൊരു ചിക്കൻ കറിയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റായിട്ട് നോക്കണം. ഓരോരുത്തരുടെ പാകത്തിനായിരിക്കുമല്ലോ ഉപ്പ്. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടിയിട്ടിട്ട് വിസിലടിപ്പിക്കാം. ഇപ്പോൾ ഇതൊരു 3 വിസിലാണ് ഞാൻ എടുക്കുന്നത്.
വിസിൽ കളഞ്ഞതിന് ശേഷം നമ്മളിതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെച്ച് ഈ ഉള്ള ഒരു ചിക്കനിൽ നിന്ന് വെള്ളം ചാടിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം അത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കാൻ പോകുവാണ്. ഇനി ഇതിൽ നന്നായിട്ട് ഗ്രേവി വേണ്ട ആളുകൾക്ക് മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ അളവൊക്കെ ഇത്തിരിയും കൂടെ കൂട്ടി കൊടുക്കാം. ഇപ്പം പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് എരിവായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് എരിവ് വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടേതായ പൊടികളെല്ലാം ചേർത്തിരിക്കുന്നത്. ഈ ഗ്രേവിയിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിനുള്ള കറിയായിട്ട് നമുക്ക് കിട്ടും. വേപ്പിലേക്ക് അരച്ച് ചേർക്കുന്നത് കൊണ്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഗ്രേവിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രേവി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ല തിക്നെസ്സായിട്ട് മാറും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്